ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പെന്തിക്കോസ്തി പെരുന്നാൾ ആചരണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. യഹൂദന്മാരുടെ പ്രധാനപ്പെട്ട 3 വലിയ പെരുന്നാളുകളായിരുന്നു പെസഹ പെരുന്നാളും, പെന്തിക്കോസ്തി പെരുന്നാളും, കൂടാര പെരുന്നാളും. ഈ 3 പെരുന്നാളുകളും ആദിമ ക്രൈസ്തവ സഭയുടെ ആരാധനാ പാരമ്പര്യത്തിൽ പുതിയ അർത്ഥതലത്തിൽ ആചരിക്കുന്ന സാഹചര്യമുണ്ടായി. യഥാർത്ഥത്തിൽ പെസഹ പെരുന്നാളും, പെന്തിക്കോസ്തി പെരുന്നാളും, കൂടാര പെരുന്നാളും ക്രൈസ്തവ സഭ ആചരിച്ചത്, ആദിമ ക്രൈസ്തവ സഭ ആചരിച്ചത് യഹൂദന്മാരുടെ പെരുന്നാളുകളുടെ പിന്തുടർച്ചയായിട്ടല്ല, മറിച്ച് യഹൂദന്മാരുടെ പെരുന്നാളുകളിൽ നിഴലിച്ചിരുന്ന അർത്ഥതലം യേശു ക്രിസ്തുവിൽ പൂർത്തീകരിച്ചു എന്ന മഹനീയമായ അർത്ഥതലത്തിലാണ് പെന്തിക്കോസ്തി പെരുന്നാളും, കൂടാര പെരുന്നാളും, പെസഹ പെരുന്നാളും ക്രൈസ്തവ സഭ ആചരിച്ചത്. അതിൽ പെന്തിക്കോസ്തി പെരുന്നാളിലേക്ക് നമ്മൾ അടുത്തു വരുന്നു. സ്വർഗാരോഹണം മുതൽ പെന്തിക്കോസ്തി വരെയുള്ള 10 ദിവസം കാത്തിരിപ്പിന്റെ നാളുകളായി സഭ ആചരിക്കുന്നു. കാത്തിരിപ്പിന്റെ നാളുകളായി സഭ ആചരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലെ ശരിയായ അർത്ഥം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. ലഭിക്കാത്ത പരിശുദ്ധാത്മാവിന് വേണ്ടി ഞാനും നിങ്ങളും കാത്തിരിക്കുകയല്ല കാത്തിരിപ്പിന്റെ ദിനങ്ങളിലൂടെ അർത്ഥമാക്കുന്നത്. യഥാർത്ഥത്തിൽ വിശുദ്ധ മാമോദീസായിലൂടെ നിത്യജീവനും പുത്രസ്വീകാര്യവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും നമുക്ക് ലഭിച്ചു. ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രോജ്വലനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ അനുതാപത്തോടെ കാത്തിരിക്കുന്ന കാലയളവാണ് കാത്തിരിപ്പിന്റെ ദിനങ്ങൾ. അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു പുതിയ അനുഭവം അതിനുവേണ്ടി നോക്കി പാർത്തിരിക്കുന്ന ഒരു സാഹചര്യമല്ല കാത്തിരിപ്പിന്റെ ദിവസങ്ങൾ. ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രോജ്വലനമാണ്. ആ പരിശുദ്ധാത്മാവിൽ ആത്മീകമായി വളരുവാനാണ് ഈ കാത്തിരിപ്പിന്റെ ദിവസങ്ങൾ സഭ ക്രമീകരിച്ചിരിക്കുന്നത്. പെന്തിക്കോസ്തി പെരുന്നാൾ സഭയെ സംബന്ധിച്ച് ഒന്നാമതായി ചിന്തിക്കുന്നത് ഇത് യേശുക്രിസ്തുവിനാൽ നൽകപ്പെട്ട വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണമാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 49-ാം വാക്യത്തിൽ യേശുക്രിസ്തു തന്റെ അന്ത്യ ഉപദേശമായി ശിഷ്യന്മാർക്ക് നൽകുന്നത്, എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയച്ചു തരും. അവരോട് പറയുന്നു, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളൂ, നഗരത്തിൽ പാർപ്പി. യഥാർത്ഥത്തിൽ ഇത് സർവശക്തനായ ദൈവം പുതിയ നിയമസഭയ്ക്ക് നൽകിയ വാഗ്ദത്തമാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി യേശുക്രിസ്തു ശിഷ്യ സമൂഹത്തെ ഓർമ്മിപ്പിക്കുന്നു, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. യേശുക്രിസ്തു തന്റെ കഷ്ടാനുഭവത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും സ്വർഗാരോഹണത്തെക്കുറിച്ചുമൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോകാഞ്ഞാൽ സത്യത്തിന്റെ ആത്മാവിനെ, കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കുകയില്ല. യഥാർത്ഥത്തിൽ പുതിയ നിയമസഭ അത് വഴി നടത്തിപ്പ് ലഭിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരമാണ്. അതുകൊണ്ട് സഭയെ സംബന്ധിച്ച് ലഭിച്ച വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണ ദിവസമാണ് ഈ പെന്തിക്കോസ്തി പെരുന്നാൾ. അതുകൊണ്ട് പെന്തിക്കോസ്തി പെരുന്നാളിന്റെ ആചരണം നമ്മൾ കാത്തിരിക്കുന്നത് നമുക്കായി യേശുക്രിസ്തു നൽകിയ വാഗ്ദത്തം, അത് വിശുദ്ധ മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം, പത്രോസ്ലീഹയുടെ ഭാഷയിൽ പറഞ്ഞാൽ സർവരുടെ മേലും പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം, ആ വാഗ്ദത്തം നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുമെന്ന് പരിശുദ്ധനായ പത്രോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നു. ആ ലഭിച്ച വാഗ്ദത്തമാകുന്ന പരിശുദ്ധാത്മാവിൽ വളരുന്നതിന് വേണ്ടി ദൈവസന്നിധിയിൽ അനുതാപത്തോടെ ദൈവസന്നിധിയിൽ നാം ധ്യാനിക്കുന്ന നിമിഷങ്ങളാണ് ഈ കാത്തിരിപ്പിന്റെ അവസരങ്ങൾ. പെന്തിക്കോസ്തി പെരുന്നാളിന്റെ ക്രമം ഈ അർത്ഥതലം വളരെ മനോഹരമായി വിവരിക്കുന്നതാണ്. ഓരോ പെരുന്നാളിനും ഓരോ ക്രമമുണ്ട്. ആ ക്രമമാണ് ആ പെരുന്നാളിന്റെ ആത്മീയ അർത്ഥത്തെ വിവരിക്കുന്നത്. ദനഹ പെരുന്നാളിൽ വെള്ളം വാഴ്വിന്റെ ക്രമമാണ്. നമുക്കറിയാവുന്നതുപോലെ കർത്താവിന്റെ ജനന പെരുന്നാളിൽ, ക്രിസ്തുമസിൽ തീജ്വാലയുടെ ക്രമമാണ്. പെന്തിക്കോസ്തി പെരുന്നാളിന്റെ ക്രമം എന്ന് പറയുന്നത് മുട്ടുകുത്തലിന്റെ ക്രമമാണ്. 3 പ്രാവശ്യവും പ്രത്യേകിച്ച് 3 ശുശ്രൂഷകളിലും വെള്ളം പദവിമേൽ വെച്ചുകൊണ്ട് ആ വെള്ളത്തിന്റെ ഒരു ശുദ്ധീകരണവും അത് ജനത്തിന്മേൽ തളിക്കുന്ന ശുശ്രൂഷയും ക്രമീകരിക്കുമെങ്കിലും വെള്ളം വാഴ്വിന്റെ ശുശ്രൂഷയല്ല, മറിച്ച് നിലത്ത് മുട്ടുകുത്തുന്നു. നിലത്ത് മുട്ടുകുത്തി കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന കുറിയേലായിസോൻ എന്ന പ്രാർത്ഥന ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്ന മനോഹര ക്രമമാണ്
പെന്തിക്കോസ്തി പെരുന്നാളിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പെന്തിക്കോസ്തി പെരുന്നാളിന്റെ ക്രമത്തെക്കുറിച്ച് മുട്ടുകുത്തലിന്റെ ക്രമം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ പ്രോജ്വലനത്തിനു വേണ്ടി പാപം മുഖാന്തരം ദൈവസന്നിധിയിൽ നിന്ന് നാം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ സത്യ അനുതാപത്തോടെ ദൈവസന്നിധിയിൽ അടുത്തു വന്ന് പരിശുദ്ധാത്മാവിന്റെ കുടീരങ്ങളായി നമ്മുടെ ശരീരങ്ങളെ ദൈവസന്നിധിയിൽ വിശുദ്ധമായി സമർപ്പിക്കുന്ന അനുതാപത്തിന്റെ പെരുന്നാളാണ് നമ്മെ സംബന്ധിച്ച്, സഭയെ സംബന്ധിച്ച് പെന്തിക്കോസ്തി പെരുന്നാൾ. യഥാർത്ഥത്തിൽ ഈ കാത്തിരിപ്പിലൂടെ ലഭിച്ച മാമോദീസായുടെ ഒരു വലിയ അനുഭവത്തിൽ നമ്മെ തന്നെ പുതുതായി സമർപ്പിക്കുവാൻ, പുതുക്കത്തിന്റെ ആത്മാവിനെ ലഭിക്കുവാൻ കാത്തിരിപ്പിന്റെ നാളുകൾ നമുക്ക് ശക്തി നൽകണം. യഥാർത്ഥത്തിൽ പെന്തിക്കോസ്തി പെരുന്നാൾ നൽകുന്ന ശരിയായ ആത്മീക ഉപദേശത്തെക്കുറിച്ച്, സന്ദേശങ്ങളെക്കുറിച്ച് നമുക്ക് അവബോധമുണ്ടാകണം. ഒന്നാമത്, സഭയെ സംബന്ധിച്ച് ഇത് പുതിയ നിയമസഭയുടെ തുടക്കമാണ്. ഇത് പുതിയ നിയമസഭയുടെ സമാരംഭത്തിന്റെ ദിവസമാണ്. പിതാക്കന്മാർ പറയുന്ന വാക്ക്, ഇത് സഭയുടെ മാമോദീസ ദിവസമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പെന്തിക്കോസ്തി സംഭവത്തെക്കുറിച്ച് മനോഹരമായി വിവരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അപ്പോസ്തലന്മാർക്ക് ശക്തി ലഭിച്ചത്, സത്യത്തെക്കുറിച്ച് ധൈര്യപൂർവ്വം പ്രസ്താവിക്കുവാനുള്ള ശക്തി ലഭിച്ചത് പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിലൂടെയാണ്. ഇന്നും നമുക്ക് നീതിക്ക് വേണ്ടി പ്രതികരിക്കുവാനും അനീതിക്കെതിരെ പ്രവർത്തിക്കുവാനും നന്മയോടുകൂടെ ജീവിതം ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും സാധിക്കണമെങ്കിൽ ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി, മാമോദീസായിലൂടെ ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ ഉണ്ടാകണം. നമ്മുടെ മാമോദീസായെ കുറിച്ച്, നാം സ്വീകരിച്ച മാമോദീസായെ കുറിച്ച് ഈ പെന്തിക്കോസ്തി പെരുന്നാളിൽ നല്ല ഒരു അവബോധം നമുക്ക് ലഭിക്കണം. നമുക്ക് മാമോദീസായിലൂടെ ദൈവിക നൽവരങ്ങൾ സിദ്ധിച്ചു. നിത്യജീവനും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും പുത്രസ്വീകാരവും ലഭിച്ചു. എല്ലാ കൂദാശകളും പ്രതിദിന പ്രാർത്ഥനകളും ആരാധനകളും എല്ലാം ലഭിച്ച മാമോദീസായുടെ ആത്മീകതയിൽ വളരുവാനാണ്. അവിടെയാണ് നമ്മൾ ദൈവരാജ്യത്തിന്റെ നല്ല സാക്ഷികളായി പരിണമിക്കുന്നത്. ഈ പെന്തിക്കോസ്തി പെരുന്നാൾ സഭയുടെ മാമോദീസായെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന മാമോദീസായിലൂടെ ലഭിച്ചിരിക്കുന്ന ആത്മീക വർധനവിനെ കുറിച്ച്, ലഭിച്ചിരിക്കുന്ന ആത്മീക നൽവരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് പെന്തിക്കോസ്തി പെരുന്നാളിന്റെ അനുഷ്ഠാനവും ആ പെരുന്നാളിൽ സംബന്ധിക്കുന്നതും പ്രയോജനകരമായി നമുക്ക് തീരും. അതുപോലെ തന്നെ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ സ്വർഗത്തോളം എത്തുന്ന ബാബിലോൺ നഗരം പണിയുന്നതിനെ കുറിച്ച് വിവരണമുണ്ട്. അവിടെ സ്വർഗത്തോളം എത്തുന്ന പട്ടണം പണിയുവാൻ മനുഷ്യർ ശ്രമിച്ചപ്പോൾ ദൈവം ഇറങ്ങി വന്ന് അവരുടെ ഭാഷ കലക്കിക്കളഞ്ഞു. എന്നാൽ പെന്തിക്കോസ്തി പെരുന്നാളിലെ പ്രമേയോനുകളിൽ ശ്രദ്ധിക്കുമ്പം ഈ പെരുന്നാളിനെ പിതാക്കന്മാരെ വിശദീകരിക്കുന്നത്, ചിത്രീകരിക്കുന്നത് വളരെ മനോഹരമായ ഒരു പദത്തോടെയാണ്. ഇത് പുതിയ ബാബിലോണാണ്. ഒന്നാമത്തെ ബാബിലോണിൽ ഭാഷകൾ ഭിന്നിച്ചെങ്കിൽ ഈ പുതിയ ബാബിലോൺ, 2-ാം ബാബിലോൺ ആകുന്ന പെന്തിക്കോസ്തിയിൽ ഭാഷ ഒന്നായിത്തീരുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധനായ പത്രോസ്ലീഹ പരിശുദ്ധാത്മാവിൽ നിർവഹിച്ച പ്രസംഗം, ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് സഭയോട് ചേരുന്നു. ഇന്ന് 3000 പ്രസംഗം നടത്തിയാൽ ഒരാൾ പോലും സഭയോട് ചേരാത്ത സാഹചര്യം. അവിടെയാണ് ആത്മീക പ്രചോദനത്തിന്റെ ആ ആഴമായ ആത്മീകത നമ്മൾ മനസ്സിലാക്കേണ്ടത്. മേദ്യരും മെസപ്പൊത്തോമിയരും ഏലാമ്യരും വിവിധ ഭാഷക്കാർ ഒരുമിച്ച് കൂടുന്നു. എന്നാൽ പാവപ്പെട്ട പത്രോസ്ലീഹ വെറും മുക്കുവനാണ്. പത്രോസിന്റെ പ്രസംഗം ഓരോ വ്യക്തിക്കും അവരവരുടെ ഭാഷയിൽ മനസ്സിലാകുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ പിതാക്കന്മാർ ഈ പെന്തിക്കോസ്തി പെരുന്നാളിനെ 2-ാം ബാബിലോൺ, പുതിയ ബാബിലോൺ എന്ന് വിശേഷിപ്പിക്കുവാനുള്ള കാരണം. സഹോദരങ്ങളെ, സഭയുടെ ആത്മീക ശക്തി പരിശുദ്ധാത്മാവ് നൽകുന്ന സ്നേഹത്തിന്റെ ഭാഷയാണ്. വളരെ വ്യക്തമായി പൗലോസ്ലീഹ ഇത് പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, എല്ലാ നൽവരങ്ങളെക്കാളും ശ്രേഷ്ഠമായത് സ്നേഹമാണ്. സ്നേഹത്തിന്റെ ഭാഷ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുമ്പോഴാണ് ദൈവരാജ്യത്തിന്റെ നല്ല സാക്ഷികളായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. ഈ അന്യഭാഷ അല്ലെങ്കിൽ ഭാഷാവരം എന്നതിനെ കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ പലരും പഠിപ്പിക്കുന്നുണ്ട്. ഒരു വൈകാരികമായ പ്രേരണ ഉണ്ടായിട്ട് ആർക്കും മനസ്സിലാകില്ലാത്ത കുറെ ഭാഷ സംസാരിക്കുന്നതാണ് ഭാഷാവരം അല്ലെ അന്യഭാഷ എന്ന് ചിന്തിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. ഈ ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പുകളിലൊക്കെ ആ വക പഠിപ്പിക്കലുകളും ശക്തമാണ്. ഇതൊരു വൈകാരിക ബഹിസ്ഫുരണമല്ല.
യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു, അമ്മ പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്നു, അധ്യാപകൻ പറയുന്നത് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകുന്നു, വൈദികർ പറയുന്നത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നു. നമുക്കെല്ലാവർക്കും ഇന്ന് ഭാഷ മലയാളമാണ്, അല്ലെ ഇംഗ്ലീഷാണ്, വിവിധ ഭാഷകൾ അറിയാം. എന്നാൽ ഇന്നത്തെ വലിയ പ്രശ്നം മുതിർന്നവർ പറയുന്നത് ഇളം തലമുറയ്ക്ക് മനസ്സിലാകുന്നില്ല, മാതാപിതാക്കൾ പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, വൈദികൻ പറയുന്നത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഭാഷയുടെ പ്രശ്നമല്ല, മനസ്സിന്റെ ഭിന്നിപ്പാണ്. പരിശുദ്ധാത്മാവ് നൽകുന്നത് സ്നേഹത്തിന്റെ ഭാഷ. ഒട്ടും ഭാഷ നാവിൽ ഉരുവാകുന്നതിന് മുൻപ് ഒരമ്മയുടെ മുഖത്തോട്ട് നോക്കിയിരിക്കുന്ന കൊച്ചു കുഞ്ഞിനെ അമ്മയുടെ ഭാഷ മനസ്സിലാകും. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഷാ വരം, പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന അന്യഭാഷാ വരം എന്ന് പറയുന്നത്, നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഈ പ്രകൃതിയുടെ ചലനങ്ങളിലൂടെ, സഹജീവികളുടെ ജീവിതത്തിന്റെ തുടിപ്പുകളിലൂടെ ദൈവശബ്ദം തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഭാഷയുടെ വരം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് അന്യഭാഷ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭാഷാവരം എന്ന് പറയുന്നത് യഥാർത്ഥമായ ദൈവസ്നേഹത്തിന്റെ പ്രതിഫലനമാണ്. നമ്മിൽ പ്രതിധ്വനിക്കുന്ന, നാം പങ്കുവയ്ക്കുവാൻ നമുക്ക് സാധിക്കുന്ന ദൈവസ്നേഹത്തിന്റെ അനുഭവം. പിതാക്കന്മാർ അതുകൊണ്ട് പെന്തിക്കോസ്തി പെരുന്നാളിനെ ഭാഷ ഒന്നിച്ച, ദൈവത്തിന്റെ മനസ്സ് മനുഷ്യന് ലഭിച്ച, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ പരസ്പരമുള്ള ബന്ധത്തിൽ, സ്നേഹത്തിൽ മനുഷ്യന് ജീവിക്കുവാൻ സാധിച്ച പുതിയ ബാബിലോണായി, രണ്ടാം ബാബിലോണായി യഥാർത്ഥത്തിൽ ഈ പെന്തിക്കോസ്തി പെരുന്നാളിനെ ചിത്രീകരിക്കുന്നു. മൂന്നാമത്, പെന്തിക്കോസ്തി പെരുന്നാളിനോടനുബന്ധിച്ച് ഈ കാത്തിരിപ്പിന്റെ ദിവസങ്ങളിലും പെരുന്നാൾ ആചരണത്തിലും നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്, ഇതൊരു പുതിയ തുടക്കത്തിന്റെ വളരെ വളരെ അവർണ്ണനീയമായ നിമിഷമാണ്. പെന്തിക്കോസ്തി പെരുന്നാളിലെ സദറായിൽ പറയുന്ന ഒരു വാക്കുണ്ട്, കൗമോ ഷാഫിറോ. കൗമോ ഷാഫിറോ എന്ന് പറഞ്ഞാൽ നല്ല നിലയിൽ, പെന്തിക്കോസ്തി ഞായറാഴ്ച ദിവസങ്ങളിൽ നല്ല നിലയിൽ ആരാധിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ചു. എന്താ ഇതിന്റെ അർത്ഥം? പരിശുദ്ധ തൃത്വത്തിന്റെ നാമത്തിൽ സത്യ ആരാധനയ്ക്ക് തുടക്കം കുറിച്ച അവർണ്ണനീയമായ ചരിത്രത്തിലെ നിമിഷമാണ് പെന്തിക്കോസ്തി പെരുന്നാൾ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ സത്യ ആരാധന നടത്തുവാൻ, അതാണ് ഓർത്തോഡോക്സ എന്ന മനോഹര പദം. പ്രത്യേകിച്ച് ത്രീസായ് ഷുബ്ഹോ എന്ന് സുറിയാനിക്കാർ പറയുന്നത് സത്യ ആരാധനയിലേക്ക് നമ്മെ കൊണ്ടുവന്ന ദിവസമാണ് പെന്തിക്കോസ്തി പെരുന്നാൾ. ഇതിലൂടെ, ഈ പെരുന്നാൾ അനുഭവത്തിലൂടെ നമുക്കുണ്ടാകേണ്ടത് ത്രിയേക ദൈവത്തിന്റെ സന്നദ്ധിയിൽ നിത്യമായി സത്യ ആരാധന നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കണം. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ കയ്യിൽ കുരുത്തോല പിടിച്ചു നിൽക്കുന്ന ബഹുസഹസ്രം ആളുകൾ, ഇവരെവിടെ നിന്ന് വന്നു? ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാണ്. കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കിയലക്കി വെളുപ്പിച്ചവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കിയലക്കി വെളുപ്പിച്ച് ശുഭ്രവസ്ത്രധാരികളായി കയ്യിൽ കുരുത്തോല പിടിച്ചുകൊണ്ട് ദൈവസിംഹാസനത്തിന്റെ മുൻപാകെ നിന്നുകൊണ്ട് സത്യ ആരാധനയ്ക്ക് വേണ്ടി ആ ആരാധന നിർവഹിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അതിന് നാന്ദി കുറിച്ച മനോഹര ദിവസമാണ് പെന്തിക്കോസ്തി പെരുന്നാൾ. നാം കാത്തിരിപ്പിന്റെ ദിവസങ്ങളിലും ഈ സത്യ ആരാധനയോട്, നിങ്ങൾ ഓർക്കണം, നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഓർക്കണം, സത്യ ആരാധനയിൽ നിന്ന് മനുഷ്യനെ മാറ്റുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് വേദവിപരീതം. വേദവിപരീതത്തിലേക്കും തിന്മയുടെ ആരാധനയിലേക്കും കടന്നു പോകാതെ സത്യവിശ്വാസത്തിൽ അടിയുറച്ച് സത്യ ആരാധന നിർവഹിക്കുവാൻ, അവിടെയാണ് അപ്പോസ്തലന്മാർക്ക് സുവിശേഷീകരണത്തിനും ദൈവത്തിന്റെ നല്ല സാക്ഷിയാകുവാനുമുള്ള പ്രധാനപ്പെട്ട ശക്തിയും പ്രചോദനവും ഈ പെന്തിക്കോസ്തി ദിവസം ലഭിക്കുന്നത്. വേദപുസ്തകം പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനത്തിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്: പരിശുദ്ധാത്മ വരങ്ങളും അതുപോലെ തന്നെ പരിശുദ്ധാത്മ ഫലവും. ഒന്നാമത്തേത് 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 28-29 വാക്യങ്ങളിൽ ധന്യനായ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ കുറിച്ച്, പ്രവചനവരത്തെ കുറിച്ച്, രോഗശാന്തി വരം, അതുപോലെ തന്നെ വ്യാഖ്യാന വരം, അന്യഭാഷ, ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ കുറിച്ച് പഠിപ്പിക്കും. പരിശുദ്ധാത്മാവിന്റെ വരം മാമോദീസ സ്വീകരിച്ച് എല്ലാ വിശ്വാസിക്കും ദൈവം ദാനമായി കൊടുത്തിട്ടുള്ളതാണ്. താലന്തുകളും നൈസർഗിക കഴിവുകളും ഒക്കെ പരിശുദ്ധാത്മാവിന്റെ നൽവരത്തിന്റെ ഭാഗം. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. നൽവരങ്ങൾ നമുക്ക് ലഭിച്ചത് എന്തിനു വേണ്ടി? ഫോർ ദി എഡിഫിക്കേഷൻ ഓഫ് ദി ഹോൾ ചർച്ച്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന പരിശുദ്ധ സഭയുടെ
വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവ് നൽവരങ്ങൾ നമുക്ക് നൽകിയത്. അതുകൊണ്ടാണ് വ്യക്തിപരമായ വളർച്ചയ്ക്ക് വേണ്ടി നൽവരങ്ങൾ ഉപയോഗിച്ചപ്പോൾ, പ്രത്യേകിച്ച് ഭാഷാവരം ഉപയോഗിച്ചപ്പോൾ പൗലോസ്ലീഹ വളരെ ശക്തമായി ഇടപെട്ടു. അദ്ദേഹം പറഞ്ഞു, വ്യാഖ്യാനി ഇല്ലെങ്കിൽ പ്രവചനപരമുള്ളവൻ, ഭാഷാപരമുള്ളവൻ സഭയിൽ മിണ്ടാതിരിക്കട്ടെ. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ഇന്ന് രോഗസൗഖ്യവും അതുപോലെ തന്നെ പ്രബോധന ശുശ്രൂഷയ്ക്ക് ലഭിച്ചിരിക്കുന്ന നൽവരവുമൊക്കെ കച്ചവട സാധ്യതകളായി മാറുന്ന കാലഘട്ടം. കൺസ്യൂമറിസം വല്ലാതെ മതജീവിതത്തെ ബാധിച്ചിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓർക്കണം, വ്യക്തിപരമായി സർവശക്തൻ നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മ വരങ്ങൾ അത് സഭയുടെ ദൈവരാജ്യ മഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കണം. കാത്തിരിപ്പിന്റെ നാളുകളിലും നമ്മൾ ചിന്തിക്കേണ്ടതും ധ്യാന വിഷയമാകേണ്ടതും, ദൈവമേ, വ്യക്തിപരമായി ഞങ്ങൾക്ക് നൽകിയ കഴിവുകൾ, ഞങ്ങൾക്ക് നൽകിയ വരങ്ങൾ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, സമ്പത്തും സൗന്ദര്യവും ആരോഗ്യവും എല്ലാം സർവശക്തൻ നൽകിയ വരങ്ങളാണ്. അതിനെ ദൈവരാജ്യ മഹത്വത്തിനായി ഉപയോഗിക്കുവാൻ സാധിക്കുമ്പോഴാണ് കാത്തിരിപ്പിന്റെ നാളുകൾ അർത്ഥവത്താകുന്നത്, പെന്തിക്കോസ്തി പെരുന്നാൾ ആചരണം അർത്ഥവത്തായി തീരുന്നത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ പൗലോസ്ലീഹ ആത്മഫലത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. 9 ആത്മഫലം: സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, ഇന്ദ്രിയ ജയം. എത്ര മനോഹരമായി പൗലോസ് പറയുന്നു. ഇത് ഫലങ്ങൾ അല്ല, ഇത് ഒരു കുലയിലെ ഒരു ഫലത്തിന്റെ മനോഹരമായ 9 വശങ്ങളാണ്. അത് തുടങ്ങുന്നത് സ്നേഹത്തിലാണ്. അതുകൊണ്ടാണ് ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഫ്രൂട്ട്സ് എന്നല്ല, ആത്മാവിന്റെ ഫലം. സഹോദരങ്ങളെ, ഇവിടെയാണ് ഈ പെന്തിക്കോസ്തി പെരുന്നാളിന്റെ പ്രായോഗിക അർത്ഥത നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ഇത് വാഗ്ദത്ത നിവൃത്തിയുടെ ദിവസമാണ്. സത്യ ആരാധനയിലേക്ക് പരിശുദ്ധ സഭയെ, വിശ്വാസ സമൂഹത്തെ കൊണ്ടുവന്ന ദിവസമാണ്. ഇത് 2-ാം ബാബിലോണാണ്. പരിശുദ്ധ സഭയുടെ മാമോദീസയുടെ ദിവസമാണ്. ഇതൊക്കെ പഠനതലത്തിൽ നമുക്ക് പ്രയോജനകരം. എന്നാൽ ഈ പെന്തിക്കോസ്തി പെരുന്നാൾ സാമൂഹിക ബന്ധത്തിൽ ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ക്രിസ്തുവിന്റെ നല്ല സാക്ഷികളായി ജീവിക്കുമ്പം എന്താണ് പെന്തിക്കോസ്തി പെരുന്നാളിന്റെ അർത്ഥം? സഹോദരങ്ങളെ, ആത്മഫലം നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാകുമ്പോഴാണ് ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ പ്രോജ്വലനം നമ്മുടെ ജീവിതത്തിൽ പ്രതിപാദിക്കപ്പെടുന്നത്. സ്നേഹവും സന്തോഷവും സമാധാനവും ദയയും ദീർഘക്ഷമയും ഇന്ദ്രിയജയവും പരോപകാരവും ഇതടങ്ങിയ ആത്മഫലം അത് ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ വാക്കിലും പ്രവൃത്തിയിലും നമുക്ക് വ്യക്തമാക്കുവാൻ സാധിക്കുമ്പോഴാണ് എന്നിലും നിങ്ങളിലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതും നമ്മിലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ലോകത്തിന് വ്യക്തമാകുന്നതും എല്ലാറ്റിലും ഉപരി നാം ദൈവത്തിന്റെ നല്ല സാക്ഷികളാകുന്നതും. ഈ പെന്തിക്കോസ്തി പെരുന്നാൾ നമുക്ക് ദൈവസന്നിധിയിൽ മുട്ടുകുത്താം. ഇത് മുട്ടുകുത്തലിന്റെ ക്രമമാണ്. സത്യ ആരാധനയുടെ നിമിഷമാണ്. വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിന്റെ ദിവസമാണ്. ഭാഷ ദൈവസ്നേഹത്തെ പങ്കുവയ്ക്കുമ്പോൾ ഭാഷ ഒന്നാകുന്ന 2-ാം ബാബിലോണാണ്. എല്ലാറ്റിലും ഉപരി ലഭിച്ച നൽവരങ്ങളിലൂടെ നമ്മുടെ പ്രവൃത്തികളിൽ ആത്മഫലം പ്രായോഗിക തലത്തിൽ പ്രകടിപ്പിക്കുവാൻ സാധിക്കേണ്ടിയ മനോഹര നിമിഷമാണ്. പരിശുദ്ധാത്മാവ് നമ്മെ അതിന് ശക്തീകരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.